ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എല്ലാവരും മേക്കപ്പ് ഇടുന്നവരാണ്. ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും നമ്മൾ മേക്കപ്പും പൗഡറും ഒക്കെ നമ്മൾ മുഖത്തിടുന്നവരാണ്. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ണെഴുതുന്നവരാണ് അല്ലെ. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ്, ഫൗണ്ടേഷനും കൺസിലറും മാത്രമല്ല മേക്കപ്പ്, നമ്മളുടെ ഫേസിൽ നമ്മൾ പൗഡറൊക്കെ ഇടാത്ത ആരും തന്നെ കാണത്തില്ല. ഈ മേക്കപ്പുകളും പൗഡർ ഇടുന്നതും ലിപ്സ്റ്റിക് ഇടുന്നതും ഒന്നും നമ്മുടെ സ്കിന്നിനെ ഒരിക്കലും ചീത്തയാക്കുകയില്ല. നമ്മൾ കേട്ടില്ലേ, മേക്കപ്പ് ഇട്ടാൽ മുഖം അഴുക്കായി പോകുന്നത്. ശരിക്കുള്ള വാസ്തവം എന്താണെന്ന് അറിയാമോ? മേക്കപ്പിന്റെ ബാക്കി റെസിഡ്യൂസ് നമ്മുടെ ഫേസിൽ ഇരിക്കുന്നതാണ്. അത് നമ്മൾ ശരിക്കും നമ്മളുടെ മുഖത്തിനെ വാഷ് ചെയ്യാതെ, ഡബിൾ ക്ലെൻസ് ചെയ്യാതെ, മേക്കപ്പിന്റെ ബാക്കിയുള്ള അംശം, മേക്കപ്പ് മാത്രമല്ല, നമ്മൾ ഫേസിലിടുന്ന സൺസ്ക്രീനിന്റെയും നമ്മളുടെ ഫൗണ്ടേഷന്റെയും മോയ്സ്ചറൈസറിന്റെയും ഒക്കെ ബാക്കി നമ്മളുടെ ഫേസിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഫേസ് പെട്ടെന്ന് ഏജ് ആയി റിങ്കിൾസ് വീഴും. നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മളുടെ മുഖം കഴുകണം. ഈ കഴുകാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷും ക്ലെൻസറും ഒക്കെ നല്ല pH ലെവൽ കൂടുതലുള്ള സാധനങ്ങളാണെങ്കിൽ അതും നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് റാഷസും ഒക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ റിങ്കിൾസ് ഒക്കെ ഉണ്ടാക്കി ഏജ് ആക്കാനായിട്ട് ഉതവുന്നതാണ്. ഏജ് ആക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മേക്കപ്പ് ഇടണം, മേക്കപ്പ് ഇടാതിരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ കോൺഫിഡൻസിന്റെ ഒരു ഭാഗമാണ്. ചെറിയ തോതിലാണെങ്കിലും വലിയ തോതിലാണെങ്കിലും മേക്കപ്പ് ഇടുന്നവരാണ്. പൗഡർ ഇടും, നമ്മൾ പലതും ഫേസിലിടും അല്ലേ. കണ്ണെഴുതും. ഈ കണ്ണൊക്കെ എഴുതുമ്പോൾ നമ്മൾ വാഷ് ചെയ്യാറുണ്ട്. വാഷ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നമ്മളുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവില്ല. ഇതിനൊന്നും വലിയ കാശ് കൊടുത്തുള്ള ഫേസ് വാഷോ ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. മേക്കപ്പ് റിമൂവർ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ മുഖത്തിന് എന്തുമാത്രം ഹാം ചെയ്യുന്ന, എന്തുമാത്രം ദോഷം ചെയ്യുന്ന ഒന്നാണെന്ന് നമ്മൾ ആരും ചിന്തിക്കാതെ പോലുമാണ് നമ്മൾ ഈ സെറ്റിംഗ് സ്പ്രേയും അല്ലെങ്കിൽ മേക്കപ്പ് റിമൂവറും ഒക്കെ വെച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത്, ഫേസ് ക്ലീൻ ചെയ്യുന്നത് അല്ലേ. സോ അങ്ങനൊന്നും അല്ലാതെ ഫേസ് വളരെ ക്ലീൻ ആയിട്ട് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഫേസ് വാഷ് ചെയ്യുന്നതെന്ന്. ഞാൻ വന്ന ഉടനെ കുറച്ച് മേക്കപ്പ് ഒക്കെ ഒന്ന് കഴുകി, ബട്ട് കുറച്ചൊക്കെ മേക്കപ്പ് ഞാൻ കുറച്ചൊന്ന് ഇട്ടിട്ടുണ്ട്, ഫൗണ്ടേഷനൊക്കെ. നമുക്ക് മേക്കപ്പ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ജോജോബ ഓയിലാണ്. അതിന് ഹൊഹോബ ഓയിൽ എന്നും പറയും. ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയാം. സോ അതാണ് എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്കിന്നിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഓയിലാണിത്. ഒരു ക്ലീൻ ബൗളിലേക്ക് നമ്മൾക്ക് ഒരു 5-6 ഡ്രോപ്പ് ജോജോബ ഓയിൽ എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ വശമുണ്ടെങ്കിൽ, എനിക്കിങ്ങനെ എടുത്തെടുത്ത് 2-3 ഉള്ളി എത്രയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ കറക്കിങ്ങനെ ഒഴിക്കുന്നതാണ്. നിങ്ങൾ ആ സ്പൂൺ എടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതിയാകും. ജോജോബ ഓയിലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് പകരമായിട്ട് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. പക്ഷെ കോക്കനട്ട് ഓയിൽ ഇങ്ങനെ ഫേസിൽ കുറേ നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പിമ്പിളിന്റെ ടെൻഡൻസി ഉള്ളവർക്ക് പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലും ഒരു 5-6 ഡ്രോപ്പ് മതിയാവും. ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല സർക്കുലർ ഇൻസൈഡ് ഔട്ട് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജും കിട്ടും, നിങ്ങൾക്ക് മേക്കപ്പും റിമൂവ് ആയിട്ട് കിട്ടും. ഇത്ര ചെയ്തിട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ഫേസിനെ പതുക്കെ ഒന്ന് വൈപ്പ് ചെയ്യാം. നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കണ്ട, ജസ്റ്റ് ഇത് വെച്ച് വൈപ്പ് ചെയ്യാത്താൽ തന്നെ നമ്മുടെ ഫേസ് ക്ലീൻ ആയി കിട്ടും. ഒരുപാട് പ്രഷർ കൊടുത്ത് വൈപ്പ് ചെയ്യുകയും വേണ്ട. കണ്ടോ, ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക് ഫേസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാനാണ്. പക്ഷെ നമ്മൾ കണ്ണിന്റെ മേലുള്ള കൺമഷി ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. നമുക്ക് അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ണിന്റെ മേലുള്ള കൺമഷി ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റോറിലുള്ള കുക്കുംബർ അലോവേറ ജെല്ലാണ്. ഇത് ഈ പാത്രത്തിലോട്ട് ഇടുവാണ്.
ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ മിക്സ് ചെയ്യാം. ഒരു 4-5 ഡ്രോപ്പ് മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കയ്യിൽ കുറച്ചെടുത്തിട്ട് കണ്ണിൻ്റെ പുറത്ത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. കണ്ണിന് മസാജും ആകും, നിങ്ങളുടെ മേക്കപ്പും റിമൂവ് ആകും. നമുക്ക് വീണ്ടും നനഞ്ഞ തുണി, കോട്ടൺ തുണി വെച്ച് കണ്ണ് പതുക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. ആഞ്ഞൊന്നും തുടച്ചേക്കരുത്, പതുക്കെ തുടയ്ക്കുക. കണ്ടോ കരി വന്നിരിക്കുന്നത്? ഞാൻ അത്രയ്ക്ക് കരി എഴുതാത്ത ആളാണ്, അതുകൊണ്ട് അതിനനുസരിച്ച് കാണത്തുള്ളൂ. സോ ക്ലീൻ ആയി ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളുടെ ഒരുപാട് പേര് ഞാൻ വീഡിയോയിൽ നമ്പർ എഴുതി കാണിച്ചിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ സ്റ്റോറിൻ്റെ നമ്പർ കാണിച്ചിട്ടും എന്താണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ മൊത്തം കാണാഞ്ഞിട്ടാണോ, കണ്ടിട്ട് ഇനി എന്നെ കൊണ്ട് ആൻസർ പറയിപ്പിക്കാനായിട്ട് ചോദിക്കുന്നതാണോ, ടൈം പാസിന് ചോദിക്കുന്നതാണോ, വേണ്ടിയിട്ട് ചോദിക്കുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പ്രോഡക്റ്റ് എങ്ങനെയാണ് വാങ്ങിക്കുന്നത്? പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പർ സഹിതം. നിങ്ങൾക്ക് അവിടെ നോക്കി ഓർഡർ ചെയ്യാവുന്നതാണ്. വാട്സപ്പിലും ഓർഡർ ചെയ്യാം, വെബ്സൈറ്റിലും ഓർഡർ ചെയ്യാം. വെബ്സൈറ്റിന് ലിങ്കും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് നമ്പരും കൊടുത്തിട്ടുണ്ട്. ഞാൻ അല്ലാതെ തന്നെ സ്ക്രീനിലും കാണിക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കമൻറ്റിൽ വന്നിട്ട് ഇതിന് എത്ര വിലയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് വില പറയാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾ ആ ഡീറ്റെയിൽസിലുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുമോ, നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. സ്കിൻ കെയറിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ സ്കിൻ കെയറിനെ കുറിച്ച് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് വലിയ കടൽ പോലത്തെ ഒരു സബ്ജക്റ്റാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. നമ്മൾ മേക്കപ്പ് ഇടുന്നത്, നമ്മൾ വിചാരിക്കും മേക്കപ്പ് ഇട്ടാൽ ഫേസ് പോവില്ലേ. മേക്കപ്പ് ഇട്ടാലല്ല ഫേസ് പോകുന്നത്. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ഫേസ് ക്ലീൻ ചെയ്യാത്തപ്പോഴാണ് ഫേസ് അഴുക്കായി പോകുന്നത്. അതിൻ്റെ ബാക്കിയുള്ള അംശങ്ങൾ നമ്മൾ എത്ര കഴുകിയാലും, നമ്മളിപ്പോൾ എണ്ണയൊക്കെ ഇട്ട് കോട്ടൺ തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ കുങ്കുമാതി ഫേസ് വാഷ് വെച്ച് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം. pH ലെവൽ കുറഞ്ഞ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സ്കിന്നിന് ഒരു ഹാം ആവുമോ, ഇറിറ്റേറ്റ് ആവുമോ, ഏജ് ആവുമോ ഒന്നും ചെയ്യത്തില്ല. ചെറിയ ചെറിയ പുള്ളികൾ വരുമോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഒരുപാട് പേരും പല ഹോം റെമഡീസും ചെയ്യുന്ന ആൾക്കാരാണ്. കടലമാവ് ഇടുന്നുണ്ട്, പയറുപൊടി ഇടുന്നുണ്ട്, അരിപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഡെയിലി ഫേസ് പാക്ക് ഒരിക്കലും ഫേസിലിടാൻ പാടില്ല. ഫേസിൽ ഫേസ് പാക്ക് ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ മാത്രം മതിയാവും. ഇനി കുറച്ചൊക്കെ നന്നായിട്ട് ഏജിങ് സൈനുള്ള സ്കിന്നാണെങ്കിൽ, സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ, പിമ്പിൾ വരാൻ സാധ്യതയുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമോ 1 ദിവസമോ മാത്രം ഫേസ് പാക്ക് ഇട്ടാൽ മതി. നിങ്ങൾ ഫേസ് പാക്ക് ഇടുമ്പോൾ ഓരോ പ്രാവശ്യവും ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ട് എപ്പോഴും ബുദ്ധിയോടുകൂടിയുള്ള സ്കിൻ കെയർ ചെയ്യുക. ഇന്ന് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാനാണ് പഠിച്ചത്. ഇങ്ങനെ നിങ്ങളൊന്ന് മേക്കപ്പ് ഇട്ട് കഴിയുന്ന ദിവസങ്ങളിൽ നിങ്ങളൊന്ന് മേക്കപ്പ് റിമൂവ് ചെയ്ത് നോക്കൂ. അടിപൊളിയായിട്ട് മേക്കപ്പ് പോയി കിട്ടും. നിങ്ങൾക്ക് വെറുതെ കാശ് കൊടുത്ത് മാർക്കറ്റിലുള്ള കെമിക്കൽസ് വാങ്ങി ഫേസിലിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യേണ്ട. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സൺഫ്ലവർ ഓയിൽ എല്ലാവരുടെയും വീട്ടിൽ കാണും. നിങ്ങൾ വാങ്ങിക്കേണ്ടത് ഹോബ ഓയിൽ, ജോജോബ ഓയിൽ, രണ്ടും പ്രൊണൗൺസിയേഷൻ കറക്റ്റാണ്. ഗൂഗിളിനകത്ത് ഒന്ന് എടുത്തിട്ട് പ്രൊണൗൺസിയേഷൻ നോക്കൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ജോജോബ ഓയിൽ വെച്ചിട്ട് ഇതുപോലെ സ്കിന്നിലേക്ക് ഏറ്റവും കൂടുതൽ ഒട്ടിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓയിലാണത്. അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ആണത്. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആൻറ്റി റിങ്കിൾ ഓയിൽ ഉപയോഗിച്ചാൽ എൻ്റെ റിങ്കിൾസ് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അത് ഉപയോഗിക്കുന്നതിനെ പുറത്തും നിങ്ങളുടെ ഫേസിൽ എത്രമാത്രം റിങ്കിൾസ് ഉണ്ടെന്നും ഉള്ളതിനെ ആശ്രയിച്ചാണ് അതൊക്കെ ഇരിക്കുക. കൺസിസ്റ്റൻസിയോടെ വിശ്വാസത്തോടെ ഉപയോഗിച്ച് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വന്ന് നിങ്ങളോട് ഇങ്ങനെ പറയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാനായിട്ട്. നിങ്ങൾ ഇതുപോലെ മേക്കപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് എന്നൊന്ന് എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഗ്ലാസ് സ്കിൻ നമ്മൾക്ക് കുറച്ച് 50+ ആയാലും കുറച്ചൊക്കെ ചില സമയത്ത് ഗ്ലാസ് സ്കിൻ നമുക്ക് ഇഷ്ടമാണല്ലേ. അപ്പോൾ അങ്ങനത്തെ മേക്കപ്പ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യൂ, നമുക്കത് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ. പിന്നെ
സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. ഞാൻ 1,00,000 സബ്സ്ക്രൈബർ ആകാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു, അതൊക്കെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് പോകണം. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ആ ധൃതിയിൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴാണെങ്കിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ അവിടെ കാണുന്നില്ല. ആ ഹെഡറിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ സബ്സ്ക്രൈബ് എന്ന് കിടക്കുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ അറിയാൻ മേലാത്തവരുണ്ടെന്ന് തോന്നുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സ് വീഡിയോയുടെ ഹെഡിങ് താഴെ വരുമ്പോൾ അവിടെ ആ മോർ എന്നുള്ളിടത്ത് അവസാനം ഒന്ന് തൊട്ട് നോക്കിയാൽ താഴോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അവിടെ നമ്മൾ കോൺടാക്ട് നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ സ്ക്രീനിലും കൊടുക്കാറുണ്ട്. വീഡിയോ മൊത്തം കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണ്ട പാർട്ട് മാത്രം കണ്ടിട്ട് വിടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ബാക്കി മൊത്തം അറിയാതെ പോകുന്നതും ആ പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാതെ പോകുന്നതും ഒക്കെ. എല്ലാ ചോദ്യത്തിനും എപ്പോഴും എനിക്ക് ആൻസർ പറയാൻ പറ്റണമെന്നില്ല. വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കൂ. സംശയമുണ്ടെങ്കിൽ റീവൈൻഡ് ചെയ്ത് വീഡിയോ കാണൂ. പിന്നെ പ്രോഡക്റ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ വീണ്ടും കാണുന്നിടം വരെ ടേക്ക് കെയർ.